നമസ്കാരം. BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം സന്ദീപ് വാര്യരോട് BJPക്കാർക്ക് അടങ്ങാത്ത പകയുണ്ട്. കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ BJPയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർക്ക് BJPയുടെ സർവ്വ ഉടായിപ്പുകളും തട്ടിപ്പുകളും എല്ലാം തന്നെ വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ BJPക്കെതിരായിട്ടുള്ള സന്ദീപിൻ്റെ വാക്കുകൾക്ക് നല്ല ആധികാരികതയുണ്ട്. എന്നാൽ ഇപ്പോഴിതാ BJPയുടെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിയത് ചർച്ചയാവുകയാണ്. മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെതിരെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ നടപ്പിലാകുമെന്ന് മുൻപത്ത് പോയി പറഞ്ഞ V മുരളീധരൻ എന്ന മുൻ കേന്ദ്രമന്ത്രി ശശിയായെന്നാണ് സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞത്. വഖഫ് വിഷയത്തിലെ BJPയുടെ ഇരട്ടത്താപ്പ് സന്ദീപ് വാര്യർ വ്യക്തമായി ഇവിടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതായത് നരേന്ദ്രമോദി ആദ്യമായി അധികാരത്തിലെത്തിയ 2014 BJPയുടെ പ്രകടന പത്രികയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം അത് വഖഫ് ബോർഡ് ശക്തമാക്കുമെന്നും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ട വഖഫിൻ്റെ സ്വത്തുക്കൾ അതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് ഊർജ്ജസ്വലമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും BJP വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. ഇത് സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് തന്നെ അറിയാം. എന്നാൽ ഈ BJP തന്നെ ഇപ്പോൾ പറയുന്നത് 2013 വഖഫ് ഭേദഗതി അത് തെറ്റാണെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഇതിനപ്പുറം ഇരട്ടത്താപ്പ് എന്താണുള്ളത് എന്നാണ് സന്ദീപ് വാര്യരുടെ ചോദ്യം. BJPയുടെ 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ വഖഫിൻ്റെ സ്വത്തുക്കളുടെ കയ്യേറ്റം അവയെല്ലാം തന്നെ അവസാനിപ്പിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വാഗ്ദാനം നൽകിയതാണ്. മാത്രമല്ല 2013 പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ BJP ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെയിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വലിയ വായിൽ അഭിപ്രായം പറയുന്നത് എന്നാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ തെളിവ് സഹിതം തുറന്നടിച്ചിരിക്കുന്നത്. അതായത് 10 വർഷക്കാലം ഭരണത്തിലുള്ളപ്പോൾ ഒന്നും ഈ ഒരു നിയമ ഭേദഗതി ആവശ്യമാണെന്ന് പറഞ്ഞിട്ടില്ലാത്ത BJP, അന്ന് ഈ നിയമ ഭേദഗതിയെ എതിർക്കാനായിട്ടിരുന്ന BJP, അവരിപ്പോൾ മലക്കം അറിയുന്ന കാര്യമാണ് സന്ദീപ് വാര്യർ ഇവിടെ തുറന്നു കാട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുൻപത്ത് പോയി വഖഫ് നിയമ ഭേദഗതി ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ ശശിയായി എന്ന് തന്നെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ സൂചിപ്പിക്കുന്നത്. അമിത്ഷായെയും സന്ദീപ് വാര്യർ വെറുതെ വിട്ടില്ല. അമിത്ഷായെക്കുറിച്ചും സന്ദീപ് വാര്യർ തുറന്നു കാട്ടി. അതായത് JPCയുടെ കാലാവധി വീണ്ടും നീട്ടിക്കൊടുത്തുകൊണ്ട് ചാണക്യനായ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തടിയൂരിയെന്നും ഈ ചാണക്യൻ ഇത് മാറ്റിയ വിവരം BJP ഭക്തർ അറിയാത്ത മട്ടാണെന്നും പറഞ്ഞ സന്ദീപ് വാര്യർ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഇപ്പോഴും സഖ്യത്തിൽ നിന്നും പിന്മാറിയാൽ നിയമ ഭേദഗതി നടപ്പിലാകില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ ഇനി സന്ദീപ് വാര്യർ ഇവിടെ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും BJPയുടെ ഇരട്ടത്താപ്പ് അത് ഇനി കേരളത്തിൽ വില പോവില്ല എന്ന് ഇപ്പോൾ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.